ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളൊരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് ഇഷ്ടമാവുമായിരിക്കും. അപ്പോൾ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻ്റ് ആക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എന്നെ ഓർമ്മയുണ്ട് എന്ന് മനസ്സിലായി. അപ്പം ഇതിലും നിങ്ങളെല്ലാവരും പറ്റുന്ന പോലെ കമൻ്റെല്ലാം ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടോക്കാം. ഇതാ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു 6:30 ആ ഒരു ടൈമിനാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ മുറ്റത്തെല്ലാം ഇറങ്ങി ഗേറ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മുറ്റത്ത് ഇറങ്ങിയതുണ്ടല്ല, ഗേറ്റ് ഓപ്പൺ ആക്കാനാണ് കേട്ടോ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായത്. പക്ഷേ ഞാൻ ന്യൂസ് പേപ്പറെല്ലാം എടുത്ത് പിന്നെ കറിവേപ്പിലെല്ലാം പൊട്ടിച്ച് വന്ന ടൈമിൽ പിന്നെ അങ്ങനെ അങ്ങ് മറന്നുപോയി. അങ്ങനെ വീണ്ടും രണ്ടാമത് ഞാൻ വീണ്ടും പോയിട്ട് ഗേറ്റ് അങ്ങ് ഓപ്പൺ ആക്കാൻ പോകുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എല്ലാം ഒന്ന് വൈകിട്ടാണ് കേട്ടോ ഉള്ളത്. പിന്നെ രാവിലെ ഞാൻ എല്ലാ വ്ളോഗിലും പറയുന്ന പോലെ ആ രാവിലെ മുറ്റത്തിറങ്ങുമ്പോൾ എന്തോ ഒരു ഫ്രഷ് ഫീലാണല്ലേ നമുക്ക് ഉണ്ടാവൽ. പ്രത്യേകിച്ച് ആ ഒരു നേരമെല്ലാം സൂര്യനെല്ലാം ഉദിച്ച് വരുന്നതേ ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു മൂടൽ മഞ്ഞ് പോലെ ആ ഒരു കാണാൻ വല്ലാത്തൊരു രസമാണ് കേട്ടോ രാവിലെയെല്ലാം. അപ്പോൾ ഇതാ നമ്മൾ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ രാവിലത്തെ കത്തലിൻ്റെ പരിപാടികളെല്ലാം നോക്കലാണ് കേട്ടോ വേഗം തന്നെ. കാരണം മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടണം, അതുപോലെ തന്നെ അവർക്ക് കഴിക്കാൻ കൊടുക്കണം, അങ്ങനെ എല്ലാം ആയിട്ട് ഇനിയിപ്പോൾ നമ്മളെ മെയിൻ ഡ്യൂട്ടിയെല്ലാം അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കിച്ചണിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഫാസ്റ്റിൽ അങ്ങ് പോയിക്കോളും. അപ്പോൾ നമ്മൾ തലേന്നേ ഇഡ്ഡലിക്ക് അരച്ചുകൊണ്ടാണ് കേട്ടോ ഇന്ന് പിന്നെ എല്ലാം ഒന്ന് സ്ലോ ആക്കിയിട്ടുള്ളത്. കാരണം ഇഡ്ഡലിക്കെല്ലാം അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം ആക്കാമല്ലോ, അങ്ങനെ വലിയൊരു പണിയില്ലല്ലോ രാവിലെ തന്നെ എണീക്കുമ്പോൾ. അപ്പോൾ ഞാൻ ആ ഇഡ്ഡലി പാത്രമെല്ലാം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചെടുത്തതാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇഡ്ഡലി മാവ് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ വലിങ്ങനായിട്ട് പൊങ്ങി വന്നിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒന്നാമത് തണുപ്പായതുകൊണ്ടായിരിക്കും. പിന്നെ ഞാനിത് രാത്രി അരച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ തന്നെ ഒഴിച്ചിട്ട് അവിടെ പൊത്തി വെച്ച് പിന്നെ അങ്ങനെ അങ്ങ് നമുക്ക് രണ്ടാക്കും മറന്നേ പോയി കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി നല്ല മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം പൊങ്ങി വരുമെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഞാനെപ്പോൾ അങ്ങനെ ചെയ്താൽ റെഡിയായി വരത്തുണ്ട്. പക്ഷെ പൊങ്ങാണ്ട് നിന്നിട്ടും പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ല ഇഡ്ഡലിയെല്ലാം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ആ ഒരു ഇഡ്ഡലി തട്ടിലുണ്ടല്ലോ നല്ല കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഞാൻ അതെല്ലാം ഒന്ന് റെഡിയായി കൊടുക്കലാണ്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു പാത്രം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയോണ്ട് തന്നെ ആ ഒരു വെള്ളമെല്ലാം പോയി നല്ല പാങ്ങിൽ കിട്ടും കേട്ടോ ഇഡ്ഡലി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചില ആൾ പറയുന്നില്ല അല്ല പൂ പോലത്തെ ഇഡ്ഡലി, പക്ഷേ ഇത് പൂ പോലെ കാണാനെല്ലാം ഉണ്ട്, പക്ഷെ ആ ഒരു പൊങ്ങി വരാത്തതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കേണ്ട രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചായയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതാണെന്നാകുമ്പോൾ തന്നെ നമുക്ക് ചായയും ഒരു സൈഡിൽ നിന്ന് റെഡിയാക്കാം. അങ്ങനെ എല്ലാം ഫാസ്റ്റിൽ അങ്ങനെ വേഗം ആക്കലാന്ന് കേട്ടോ. ഒന്ന് ചെയ്യുമ്പോൾ തന്നെ അടുത്തതും ചെയ്ത് അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളെ പണി അങ്ങനെ തീർക്കലാന്ന്. ഇപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പണിയാണ് കേട്ടോ രാവിലെ തന്നെ കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മൾ വിചാരിച്ച് ചട്നിയെല്ലാം ഉണ്ടാക്കാൻ തേങ്ങ ഫ്രീസറിൽ ഉണ്ട് എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ ഫ്രീസറിൽ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് തേങ്ങ ചിരണ്ടിയതൊന്നും തന്നെ ഇല്ല. അപ്പോൾ പിന്നെ തേങ്ങ ഒലിക്കണം, അങ്ങനെ എല്ലായിട്ട് പണിയാണ് കേട്ടോ രാവിലെ തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതെല്ലാം ഒന്ന് ഒലിച്ചെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ പച്ചമുളകും അവിടെ തന്നെ അങ്ങനെ പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചട്നിയിലെല്ലാം നല്ല കാന്താരിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷേ കാന്താരി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു പച്ചമുളക് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ആക്കാം. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് പഴം കൂടി ഒന്ന് പുഴുങ്ങിയെടുക്കാനെന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിവിടെ ഇഡ്ഡലിയെല്ലാം ആയിക്കഴിഞ്ഞാൽ ഓരോരാൾക്കും ഓരോരോ രീതിയാണ്. ചിലപ്പോൾ ഇഡ്ഡലി കഴിക്കൂല, അങ്ങനെ പല ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പഴവും കൂടി ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. കാരണം ഇഡ്ഡലി കഴിച്ചിട്ടില്ലെങ്കിൽ ഇത് കൊടുക്കാമല്ലോ. കാരണം സ്കൂൾ പോകുന്ന ദിവസം നമ്മൾ കുറച്ചെല്ലാം അവരെ ഇഷ്ടങ്ങൾ കൂടി നോക്കണമല്ലോ. കാരണം ആ ഒരു കുറച്ച് ടൈം കൊണ്ട് തന്നെ എന്തെങ്കിലുമായിട്ട് വയറ് ഫില്ല് ചെയ്തിട്ട് വേണ്ടേ അയക്കാനായിട്ട്. പിന്നെ സ്കൂളില്ലാത്ത ദിവസം അങ്ങനെ ഇഷ്ടങ്ങളൊന്നും കൂടുതലായിട്ട് നോക്കില്ല കേട്ടോ. കാരണം ഇഷ്ടങ്ങളെല്ലാം കൂടുതലായിട്ട് അവരെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനേ സമയം ഉണ്ടാവും, വാശിയും ഇതെല്ലാം വരും. അപ്പോൾ ഈ സ്കൂളില്ല ദിവസം ഞാൻ
ആ ഒരു രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഇടയ്ക്ക് വേറെയും ആക്കി കൊടുക്കുകയെല്ലാം ചെയ്യലുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇഡ്ഡലി അങ്ങനെ സെറ്റായി, ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങടെ ഒന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ആ ഒരു ടൈമിന് തന്നെ പോയിട്ട് നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വേഗം ശരിയാവില്ലല്ലോ കിട്ടുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ നമ്മൾ തേങ്ങയിലൊന്ന് പൊട്ടിച്ച് ചിരണ്ടി എടുക്കാനായിട്ട് പോക്കാന്ന്. നമ്മളെന്നല്ല ഞാൻ എപ്പോഴും ഈ തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കഴുകിയെടുക്കും. എന്താണെന്നറിയില്ല, എല്ലാവരും പറയാൻ എന്തിനാണ് കഴുകുന്നത്, കാരണം അതിലൊന്നുമില്ലല്ലോ. പക്ഷെ എന്നാലും അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ കഴുകിയാലൊരു സമാധാനം പോലെയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇഡ്ഡലി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലൊന്നും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ട് ആ ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ ഒന്നും പറ്റിപ്പിടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പും കൂടി ഒന്ന് ആക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കലാണ്. ശരിക്കും ഈ ഒരു 2 സെറ്റ് ഇഡ്ഡലി ആക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ആയി കേട്ടോ. മക്കൾക്കെല്ലാം കൊടുക്കാനും ആയി കഴിക്കാനും എല്ലാം ആയിട്ടുണ്ട്. പിന്നെ രാവിലെ ഒന്നും അങ്ങനെ ഓവറായിട്ട് അവർ ഫുഡൊന്നും അങ്ങനെ കഴിക്കുകയും ചെയ്യില്ല കേട്ടോ. കുറേ നിർബന്ധിച്ച് വേണം അവരൊന്ന് കഴിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കുമ്പം ഉമ്മാവും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ വ്ളോഗ് എടുക്കുന്നതെന്ന് ഞാൻ കുക്കിംഗ് മെയിൻ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വേണ്ട, പിന്നെ അവരെ ഫ്രഷ് ആക്കുന്ന അതൊന്നും കാണിക്കാനിൽ പറ്റൂലല്ലോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉമ്മ ചിലപ്പോൾ അവരെ ഫ്രഷ് ആക്കുന്നുണ്ടാവും, പിന്നെ ചിലപ്പോൾ അവർ എഴുന്നേറ്റിട്ടും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു ടൈമൊന്നും. പിന്നെ ചെറിയ ബേബി ഇല്ലോണ്ട് പിന്നെ ഉമ്മ അവളെടുത്ത് അങ്ങനെയെല്ലാം ആയിട്ട് മൊത്തത്തിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ പോക്ക്. അപ്പോൾ ഇതാ നമ്മൾ ചട്നിയിലേക്കെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ, പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് പുളിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. ചട്നിയെല്ലാം ഉണ്ടാക്കാൻ സിമ്പിളല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടെല്ലാം ഈ ഒരു വൈറ്റ് ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കൽ. ചില നാട്ടിൽ റെഡ് ചട്നിയെല്ലാം കാണില്ല, ഒരു ചുവപ്പ് കളറിൽ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെല്ലാം ഏത് ചട്നിയാണ് നല്ല കോമ്പിനേഷനായിട്ട് ആക്കൽ എന്നല്ല ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം എനിക്ക് ആ ഒരു നമ്മൾ ആ ഒരു വെള്ള കളർ ആ ഒരു ചട്നി തന്നെയാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നൽ. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലെല്ലാം കഴിക്കുന്ന ടൈമിൽ ആ ഒരു ചുവപ്പ് കളർ ചട്നി വരുമ്പം വലിയൊരു ടേസ്റ്റ് തോന്നലില്ല. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിലായിട്ട് ഓരോരോ പണികൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചട്നി റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഇത് പിന്നെ ഉണ്ടാക്കാനായിട്ട് സിമ്പിളല്ലേ, ജസ്റ്റ് ഓയിൽ ചേർത്ത് കൊടുക്കുക, കടുക് പൊട്ടിക്കുക, കറിവേപ്പില പൊട്ടിക്കുക, അതിനുശേഷം നമ്മൾ ഈ ഒരു അരച്ചെടുത്ത ആ ഒരു സംഭവം കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചട്നി ആക്കുന്ന ടൈമിലുണ്ടല്ലോ നമ്മളിത് നല്ലോണം ഇങ്ങനെ തിളച്ച് വരുമൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പം തന്നെ ഇതും അങ്ങനെ സെറ്റായി വരത്താണ് കേട്ടോ. പിന്നെ ആ ഒരു തിക്നെസ് എല്ലാം നമുക്കിങ്ങനെ നോക്കിയിട്ട് ചില ആൾക്കാർക്ക് ഭയങ്കര തിക്കായിട്ടില്ല ചട്നി ആയിരിക്കും ഇഷ്ടം, പിന്നെ ചമ്മന്തി ടൈപ്പിലെല്ലാം. പക്ഷെ ചില ആൾക്ക് കുറച്ച് ലൂസായിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെ ചട്നിയും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ ദോശ ഉണ്ടാക്കലാണ് കേട്ടോ. കാരണം ആ ഒരു 2 സെറ്റ് ഇഡ്ഡലി അതങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ദോശയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൂത്താൾക്ക് ഇങ്ങനെ ദോശയാണ് കേട്ടോ ഇഷ്ടം, കാരണം ഈ ഒരു ടൈപ്പ് ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും ഇതുണ്ടല്ലോ, അപ്പോൾ പിന്നെ ദോശയും കൂടി ആയിട്ട് ഒരുമിച്ച് അങ്ങനെ സെറ്റാക്കി എടുത്താൽ മതിയല്ല. അപ്പോൾ അതും കൂടി അവിടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പം നമ്മളിങ്ങോട്ടുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പുളിയില്ല ഐറ്റംസ് ഒന്നും നമ്മളിങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കൂല കേട്ടോ. കൂടുതലും പത്തില്, ദോശ, നെയ്ച്ചോറ് അങ്ങനെയെല്ലാം കേട്ടോ കൂടുതലായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കൽ. പക്ഷെ ചില നാട്ടിലധികം ഈ ഒരു പുളീൻ്റെ മാവിനെ കൊണ്ട് തന്നെയാണ് കേട്ടോ പല ടൈപ്പ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ. പക്ഷെ നമ്മളിങ്ങോട്ട് ഈ ഒരു പുളീൻ്റെ സംഭവത്തിൽ ആക്കലേ കുറവാണ് കേട്ടോ. എപ്പോഴെങ്കിലും ആണ്ടിലൊരിക്കൽ ഈ പറഞ്ഞ പോലെ ഒരു ഇഡ്ഡലിയെല്ലാം ആക്കിയെടുക്കലാണ്. പക്ഷെ ഇപ്പോൾ പിന്നെയും മാറിയിട്ടാ, പിന്നെ പലതും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ആക്കുമ്പോൾ ഒരു ദോശമാവ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് അതിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇപ്പം ഇതാ എൻ്റെ കിച്ചണിലെ കുറച്ച് പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പം ഇപ്പുറത്തേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ മക്കൾസ് എല്ലാം ഫുഡെല്ലാം കഴിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വേഗം പോയിട്ട് നമ്മൾ ഡ്രസ്സെല്ലാം ഒന്ന് ഇസ്തിരിയിട്ട് വെക്കാനുണ്ട്, എല്ലാം ഒന്ന് അയൺ ചെയ്യാമല്ലോ. പിന്നെ നമ്മൾ തലേന്നേ എല്ലാം ഒന്നും റെഡിയാക്കി വെക്കലൊന്നും ഇല്ല കേട്ടോ. കാരണം എപ്പോൾ വിചാരിക്കും തലേന്നേ എല്ലാം റെഡിയാക്കി വെക്കുക, പിന്നെ രാവിലെ ഈ പണി ഇല്ലല്ലോ എന്ന്. പക്ഷേ ഒന്നും നടക്കില്ല കേട്ടോ, സമയമൊന്നും കിട്ടൂല. പിന്നെ അങ്ങനെ ആയിട്ട് സമയം അങ്ങ് പോക്കാന്ന്. പക്ഷേ
കുഴപ്പമില്ല. നമ്മൾ രാവിലെ ആ ഒരു ഫാസ്റ്റിൽ ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ 1 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ ഒരു 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത്രയും പണികൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ നമ്മളെ മൈൻഡിൽ. ഓക്കെ, ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതെല്ലാം വേഗം ഫാസ്റ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുമ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ എല്ലാം ചെയ്യൽ. എല്ലാം ഒന്ന് നേരത്തെ ചെയ്ത് വെക്കാനേ എനിക്കിഷ്ടമല്ല. ആ ഒരു ടൈം ആകുമ്പോൾ ഒരു ഓട്ടപ്പാച്ചിലാണ് മൊത്തത്തിൽ, ഇങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. ആ ഒരു ഫാസ്റ്റിൽ ചെയ്യാനും എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പം വേഗം എനിക്ക് ആകലുണ്ട്. ആ ഒരു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് അയൺ ചെയ്യലും എല്ലാം ഒന്ന് സെറ്റാക്കി അവർ ഇപ്പം ഡ്രസ്സെല്ലാം ഇടുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു ടൈമിൽ പിന്നെ അവരൊക്കെ വീഡിയോസൊന്നും ഞാൻ പിന്നെ അങ്ങനെ എടുക്കലില്ല. മെയിൻ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇങ്ങനെയെല്ലാം ചെയ്യാനാണ് കേട്ടോ എനിക്കിപ്പോൾ കൂടുതലിഷ്ടം. ഇങ്ങനെ കുക്കിങ്ങാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ആക്കുന്നത്. കാരണം ഞാൻ മുന്നേ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് മെയിൻ കുക്കിങ് ഇഷ്ടമായിട്ടാണ് കേട്ടോ ഞാൻ തുടങ്ങിയത്. പിന്നെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് അങ്ങനെയെല്ലാം ആയിട്ട് വ്ളോഗെല്ലാം എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിന്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ആ ഒരു ടൈമിലൊന്നും എനിക്ക് കുക്ക് ചെയ്യാനൊന്നും എനിക്കില്ല ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ അങ്ങനെ ഒന്നും കാണിക്കലില്ല ഇനി. അപ്പോൾ ഇപ്പം എനിക്ക് മെയിൻ റെസിപ്പീസെല്ലാം ഇങ്ങനെ ചെയ്യാനും അങ്ങനെയല്ല കേട്ടോ നമുക്കിഷ്ടം. അതായത് ഓരോരോ ടൈമിന് നമുക്ക് ഓരോരോ ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. ചിലപ്പം ഈ ഒരു ഇൻട്രസ്റ്റ് മാറി പിന്നെ ഷോപ്പിംഗ് അങ്ങനെയെല്ലാം കാണിക്കാനും പാങ്ങുണ്ടാവും. പക്ഷെ എനിക്കിപ്പം കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഇങ്ങനെ കുക്കിംഗ് എല്ലാം ചെയ്യുന്നതെല്ലാം കാണിച്ചിട്ടെല്ലാം വ്ളോഗ് ചെയ്യാനാണ് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എല്ലാം വീഡിയോസ് എല്ലാം ഇഷ്ടമാണെന്നോന്നെല്ലാം ഒന്ന് കമൻറ്റിൽ പറയാട്ടോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് മൂവ് ആക്കാം. ഇനിയിപ്പോൾ ആയിഷൂനെല്ലാം ഒന്ന് റെഡിയാക്കി ഓളെ സ്കൂളിലേക്കെല്ലാം പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പം ഫാത്തിമാവും ഓളെ ഒന്ന് സെറ്റാക്കി ഉറക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ മെഷീനിൽ തുണിയെല്ലാം ഇട്ട് അതും അലക്കാനെല്ലാം അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഏകദേശം ഒരു 10 മണി ആ ഒരു ടൈമിനാണ് കേട്ടോ ഇത്. പിന്നെ ആയിഷ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ 10 മണിക്ക് പോകുന്നതുകൊണ്ട് ഇത് ഇവർ മൂന്നാളും ഒരു സ്കൂളിലാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. കാരണം രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വേഗം പണി തീർക്കാമല്ലോ. പക്ഷേ ഇവള് 10 മണിക്കാണ് കേട്ടോ ഓളെ വണ്ടി വരത്ത്. 10 മണിക്ക് പോയിട്ട് 3 മണിയാകുമ്പം തിരിച്ച് വരും. അപ്പം അതുവരെ ഓളെ കൂടെ ഇങ്ങനെ കളിച്ച് പിന്നെ നമ്മളെ പണിയും ഇങ്ങനെ പെൻഡിങ്ങിൽ വരുത്താന്ന് കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്കതെല്ലാം അങ്ങ് ആ ഒരു ഓളത്തിൽ അങ്ങനെ പോക്കന്നെ. ഇനിയിപ്പം ഓള് പോയതിന് ശേഷം കേട്ടോ പിന്നെ ചെറിയ ബേബിയും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മളെ ഇഷ്ടത്തിനും സമയവും അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ മൊത്തത്തിലൊന്ന് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വേണ്ടേ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് പോക്കാണ് കേട്ടോ. ഇങ്ങനെ ഒരു ടൈം ലിമിറ്റൊന്നും നമുക്കില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. അപ്പോൾ ഇതാ ഞാൻ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കലാന്ന്. പിന്നെ ഇല്ലേ ഞാൻ മുമ്പെല്ലാം ഞാൻ വിചാരിക്കും എല്ലാം ഇങ്ങനെ നല്ല ഒരു ടൈം ടേബിൾ പോലെ എല്ലാം കൊണ്ടുപോകണമെന്ന്. പക്ഷെ ഒന്നും നടക്കില്ല കേട്ടോ. നമ്മൾ ചില വീഡിയോസിലെല്ലാം കാണുന്നില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അങ്ങനെയൊന്നും നടക്കാത്തൊരു ഇതാണ് കേട്ടോ ഉണ്ടാവല്. കാര്യം നമ്മൾ എത്ര തന്നെ നമ്മൾ ശ്രമിച്ച് നോക്കിയാലും ഉണ്ടല്ലോ, പക്ഷേ ചില ആൾക്കെല്ലാം നടക്കും കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഒറ്റക്കെല്ലാണെങ്കിലെല്ലാം നമുക്ക് ആ ഒരു ഭയങ്കര ടൈം ടേബിൾ പോലെയെല്ലാം നടക്കുകയെല്ലാം ചെയ്യും. അത് അങ്ങനെയാണ്. പക്ഷെ നമ്മളിങ്ങനെ എല്ലാവരും ഉണ്ടായി നമ്മളെ ഫാമിലി ആയിട്ട് എല്ലാവരും നിൽക്കും, അത് വേറെ തന്നെ ഒരു വൈബുമാണ്. പക്ഷേ നമുക്ക് ആ ഒരു നമ്മൾ ഇന്ന പോലെ ചെയ്യണം എന്ന് വിചാരിച്ച് നമുക്ക് ചിലപ്പം ആ ഒരു ടൈമിനൊന്നും ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. അതപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഓരോരോ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബാക്കിയില്ല മാവെല്ലാം ഒന്ന് ബോക്സിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഡബ്ബയിലാക്കി വെച്ചാലുണ്ടല്ലോ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഒരു മസാല ദോശേൻ്റെ ആ ഒരു മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് പല ടൈപ്പ് ദോശയെല്ലാം ഉണ്ടാക്കിയെടുക്കാമല്ലോ. തട്ട് ദോശ, മസാല ദോശ, പിന്നെ അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് ആക്കാന്നില്ല മനസ്സിലൊരു പ്ലാനിങ്ങോട് കൂടിയാണ് കേട്ടോ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുള്ളത്. ഇനി ആക്കോ ഇല്ലയോ എന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഇന്നലെ രാത്രിയിൽ കടയിൽ പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ രാത്രി മുട്ടയെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നതെല്ലാം അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ബോക്സിലാക്കി ഫ്രീസറിലല്ല ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ചായ കുടിക്കുന്നതുകൊണ്ട് അങ്ങനെ ചായ കുടിക്കുമ്പോൾ തന്നെ ഏകദേശം 8 മണി ആ ഒരു ടൈമെല്ലാം ആവും. പിന്നെ കുറേ ലേറ്റായിട്ട് നമ്മളെ പണികളെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കൽ. ശരിക്കും പറഞ്ഞാൽ അത്ര ഒരു 2 മണിക്കൂറിൻ്റെ ഡിഫറൻറ്റ് എന്തായാലും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ മെയിനായിട്ട് കഴിക്കേണ്ടത്. നമ്മൾ ലഞ്ച് ഒഴിവാക്കി കഴിഞ്ഞാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ട് നമ്മൾ കഴിക്കണം എന്നാണ് കേട്ടോ ഉള്ളത്. അതാണ് നമ്മളെ ബോഡിക്കും നല്ലത്.
അപ്പോൾ ഇതാ നമ്മളെ ആ ഒരു പണികളെല്ലാം എൻ്റെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം നമ്മളെ കിച്ചണിലെ ക്ലീനിങ് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ ഇന്ന് ലഞ്ചിനൊന്നും ആക്കുന്നില്ല കേട്ടോ, കാരണം ആ ഒരു ഇഡ്ഡലിയും പിന്നെ അതെല്ലാം ആ ഒരു സംഭവം തന്നെ ഇന്ന് ഉച്ചക്കേക്കും ഉണ്ട്. അതുകൊണ്ട് പിന്നെ ലഞ്ചിനൊന്നും കാര്യമായിട്ട് എന്താണ് ഉച്ചക്കത്തെ ഫുഡൊന്നും വേണ്ട കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാളും ആയതുകൊണ്ട് തന്നെ അതന്നെ അങ്ങനെ കഴിക്കലാന്ന്. പിന്നെ ആരെങ്കിലും വന്നാലാന്ന് എന്താണ് ഇപ്പോൾ ആരെങ്കിലും പറയാതെ എല്ലാം വരുമ്പം എന്താണ് നമ്മളെ അടുത്ത് ഫുഡൊന്നും ഉണ്ടാവില്ലല്ലോ, കാരണം നമ്മൾ ഉച്ചക്ക് അങ്ങനെ ചോറും കറികളൊന്നും അങ്ങനെ ആക്കലൊന്നും ഇല്ല കേട്ടോ. ഇതന്നെയാണ് നമ്മൾ കഴിക്കൽ. കാരണം ഇപ്പം ഇതങ്ങനെ മാറ്റി വെച്ച് ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വേസ്റ്റായി പോകും. പിന്നെ ഫുഡ് ഇങ്ങനെ വേസ്റ്റാക്കി കളയുന്നതിനേക്കാൾ നല്ലത് നമ്മളതന്നെ കഴിക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ ഉച്ചക്കത്തെ ചോറ് ഇപ്പം ആക്കലേ കുറവാണ് കേട്ടോ, കാരണം കുറേ ആയി മെയിനായിട്ട് ചോറെല്ലാം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ബോട്ടിൽസ് എല്ലാം ഒന്ന് കാലിയായിട്ടുണ്ടായിന്, അപ്പോൾ അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ അവിടെ. കാരണം ഈ ഒരു ടൈമിനാണ് നമുക്ക് എന്താണ് പണികളെല്ലാം കഴിഞ്ഞ് അങ്ങനത്തെ പണികളെല്ലാം ഇങ്ങനത്തെ എല്ലാം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കുറച്ചൊരു പാങ്ങല്ലേ. കാരണം മൊത്തത്തിൽ പണികളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന ടൈമിലുണ്ടല്ലോ ഈ മുളക് പൊടി അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ പിരാന്താവും. കാരണം അതിൻ്റെ ഇടയിൽ പോയിട്ട് ഇത് എടുക്കലും അതിങ്ങനെ ഫില്ലാക്കലും എല്ലാം കൂടി ആകുമ്പോൾ ഒരു ഭ്രാന്ത് തന്നെയാണ്. അപ്പോൾ ഇത് ആ ഒരു സ്പോട്ടിൽ തന്നെ ഞാൻ ആടെയും ഒന്ന് ക്ലീനാക്കി കൊടുക്കലാന്ന് കേട്ടോ. പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അത് ആടെ തന്നെയാവും. അതിനേക്കാൾ നല്ലത് നമ്മളെന്ത് പണി ചെയ്താലുണ്ടല്ലോ അത് ഓൺ ദ സ്പോട്ട് തന്നെ നമ്മൾ ക്ലീൻ ആക്കിയാൽ അത്രയും നല്ലതാണ് കേട്ടോ, പറ്റുവാണെങ്കിൽ. കാരണം എല്ലാവരുടെ സാഹചര്യം ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ചെറിയ ബേബീസും മക്കളെല്ലാം ഇല്ലോണ്ട് തന്നെ ചെറിയ ആൾക്കാരാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഞാൻ ചെയ്യാനായിട്ട്. അപ്പം പൊതുവേ ആണെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിന് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പം നല്ല ഈസിയാണ് കേട്ടോ എല്ലാം ആവൽ. പിന്നെ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, അപ്പോൾ ഇതും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയ ടൈമിൽ നാഷണലിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, ഇത് പയ്യന്നൂർ. അപ്പോൾ ഞാനിത് കുറേ നാളായിട്ട് തപ്പി നടക്കുന്ന. പിന്നെ ഞാനങ്ങനെ ഓൺലൈനിലായിട്ടൊന്നും അങ്ങനെ ഒന്നും വാങ്ങിക്കലൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഓർഡർ ആക്കിയിട്ടൊന്നും വാങ്ങാനൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്നൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ദുബൈയിൽ നിന്നെല്ലാം ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുന്നതല്ലാണ്ട് നാട്ടിൽ നിന്ന് ഞാനൊന്നും അങ്ങനെ ഓർഡർ ആക്കിയിട്ടൊന്നും ഇതുവരെ വാങ്ങിച്ചിട്ടൊന്നുമില്ല. പിന്നെ എല്ലാവരും പറയുന്നേക്കാം ഓർഡർ ആക്കി നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതന്നെ നമുക്ക് പണിയുണ്ടാവും. കാരണം ഓരോന്ന് വരുന്തോറും ഇങ്ങനെ നോക്കൽ. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ഇതിലേക്കൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ അനാവശ്യമായിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു ബോക്സ് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിട്ട് ഒരു മസാല ബോക്സാണ് കേട്ടോ. അത് നമുക്കിങ്ങനെ പൊടികളെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ വേഗം കുക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എല്ലാം ഒരു ഡബ്ബയിൽ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരാൾ ഉറങ്ങി എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓളയും കൊണ്ടൊന്ന് മുറ്റത്തേക്കെല്ലാം ഇറങ്ങി ഓളൊന്ന് കാറ്റും വെളിച്ചെല്ലാം ഒന്ന് കൊള്ളിക്കാന്ന്. കാരണം ഇങ്ങനെ ഉള്ളിൽ തന്നെ കൂടുന്നതല്ലേ. അപ്പം ഉറങ്ങി എണീച്ചിട്ട് ആൾക്ക് നല്ലൊരു മൂഡാണ് കേട്ടോ ഇപ്പം. അപ്പം ഇങ്ങനെ പുറത്തെല്ലാം ഇറങ്ങുമ്പോൾ ഇങ്ങനെ എല്ലാം ഒന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈമിനൊന്നും അധികം വെയിലൊന്നും ഇല്ല കേട്ടോ, പിന്നെ നല്ലൊരു കാലാവസ്ഥയല്ലേ ഇപ്പോൾ. അപ്പോൾ പിന്നെ ഇതാ ഞാനും അവളും കൂടിയിട്ട് പിന്നെ ഈ ഒരു ടൈമിൽ പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ടും നല്ല ഇതാണ് കേട്ടോ. ഇല്ലെങ്കിൽ എല്ലാവരും കൂടി വന്നിട്ട് ഇവളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ നമ്മളെ പക്ഷി വിരിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി. പിന്നെ കുറച്ച് ഊഞ്ഞാലാടലും അങ്ങനത്തെ കുറച്ച് പണികളാണ് കേട്ടോ, കലാപരിപാടികളാണ്. കാരണം ഫാത്തിമാവും ഇങ്ങനെ ഇങ്ങനെ ആടാനും അവൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കുണ്ടല്ല നമ്മളൊരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ. കാരണം കുറേ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം രാവിലെ ഉണ്ട്. എല്ലാ പരക്കും നടക്കുന്ന പോലെ തന്നെ അടിച്ചു വാരൽ, അലക്കാനിടൽ, പിന്നെ ബെഡ്ഷീറ്റെല്ലാം വിരിക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും കേട്ടോ. കാരണം എല്ലാം ഒന്ന് ഒതുക്കി പറക്കി മക്കളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കുറേ സാധനങ്ങളുണ്ടാവും. ആടെ ഇവിടെയും വലിച്ചു വാരിയിട്ട് ബുക്സ് ഉണ്ടാവും, ഡ്രസ്സ് ഉണ്ടാവും, അങ്ങനെ എല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ എടുത്ത് വെക്കലും എല്ലാം കഴിഞ്ഞിട്ട്
ഒന്ന് ഫ്രീ ആയ ടൈമാണ് കേട്ടോ ഇത്. അപ്പോൾ ഫാത്തിമാനെ ഞാൻ അപ്പുറത്തെ ബെഡിൽ കിടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിന് ഞാൻ വിചാരിച്ച് ബെഡ്ഷീറ്റ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ നമ്മളെ അൺബോക്സിങ് വ്ളോഗിൽ കാണിച്ചിട്ട് ബെഡ്ഷീറ്റ്, അപ്പോൾ ഇത് ഞാൻ അങ്ങനെ വെച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതേതായാലും ഇതെല്ലാം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇത് വാഷാക്കാണ്ട് നമുക്കിങ്ങനെ അലക്കാണ്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് അത്ര ഒരു ഇതില്ല. അപ്പോൾ ഇത് അലക്കി കഴിഞ്ഞാൽ നല്ലൊരു അലക്കിയിട്ട് തന്നെ യൂസ് ആക്കാമെന്നാണ് കേട്ടോ എനിക്കിഷ്ടം. ഞാൻ അധികം അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ചെയ്യൽ. പക്ഷെ ചില ആൾക്കാരും ഉണ്ട് കേട്ടോ, അവർ പുതിയത് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ തന്നെ വിരിച്ചു കൊടുക്കുന്നതും, അതുപോലെ ഡ്രസ്സെല്ലാം ഇങ്ങനെ പുതിയത് വാങ്ങിയാൽ അത് ഒലിമ്പിടാണ്ട് തന്നെ ഇടുന്ന ആൾക്കാരെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ പണ്ട് മുതലേ നമ്മൾ എന്ത് കിട്ടിയാലും ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് പിന്നെയാണ് കേട്ടോ അത് യൂസ് ചെയ്യൽ. അപ്പോൾ ഇതാ നമ്മളെ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് ഓപ്പൺ ആക്കി നോക്കലാണ് കേട്ടോ. നല്ല ഇതെല്ലാം ഞാൻ മുന്നേ അവിടെ ഇല്ലേരും തന്നെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഇത്. ഞാനിങ്ങനെ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഭയങ്കര ഫുള്ള് ഛർദിയും കാര്യമെല്ലാം ഉണ്ടായ ടൈമിൽ നാട്ടിലേക്ക് വരാനായ ആ ഒരു ടൈമിൽ പോയിട്ട് എടുത്തതാണ് കേട്ടോ ഇത്. ഇങ്ങനെ വലിയ ഡിസൈനൊന്നും നോക്കിയിട്ടില്ല, ഞാനിങ്ങനെ പുറത്തിറങ്ങിയേരം ജസ്റ്റ് അങ്ങനെ ലുലു പോയരം വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ആടുന്ന് ഇത് ഞാൻ നോക്കിയിട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ഇത് നല്ല ഉണ്ട് കേട്ടോ എനിക്ക് നല്ലോണം. ഇപ്പം ഇത് കാണുമ്പോൾ നല്ല ഇഷ്ടമായി. ആ ഒരു ടൈമിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ടൈമല്ല, ആ ഒരു പ്രഗ്നൻസി ടൈം എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവൽ. എനിക്ക് ഷോപ്പിങ് ഒന്നും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ആ ഒരു സമയത്ത്. അപ്പോൾ കൂടുതലും നമ്മൾ നാട്ടിൽ വരുന്ന ടൈമിൽ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായത്. ഞാനങ്ങനെ എവിടെയും പുറത്തേ ഇറങ്ങലില്ല. അത്രയും മാസങ്ങൾ 7 മാസം ഫുള്ള് ഞാൻ അങ്ങനെ ഇറങ്ങാത്തൊരു ടൈപ്പായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ പ്രഗ്നൻസിയിലും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു പ്രത്യേക തരം എൻ്റെ ഒരു മൈൻഡ് ഉണ്ടാവൽ. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയിലായിട്ടൊന്ന് പുറത്തിറങ്ങാനുണ്ടായിന് കേട്ടോ. പുറത്ത് പോകാനായിട്ടുണ്ട് കേട്ടോ. അപ്പം മീൻ എന്തെങ്കിലും വാങ്ങിക്കണം, പിന്നെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പുറത്ത് പോയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഒന്ന് പുറത്തെല്ലാം പോയി വരാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പം നെക്സ്റ്റ് എന്താണ് പരിപാടി, അപ്പം പിന്നെ മീനും നോക്കി ഇറങ്ങലാണ് കേട്ടോ ഇത്. ചില സമയത്ത് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ പുറത്തെല്ലാം ഇങ്ങനെ പോകാനായിട്ട്. പിന്നെ ഒന്നും മീൻ എപ്പോഴും നമുക്ക് പിന്നെ പ്രത്യേകിച്ചുണ്ടല്ലോ മക്കൾസിന് സ്കൂളിലേക്ക് മീൻ കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഇടങ്ങേറാണ് കേട്ടോ. കാരണം എപ്പോഴും ഈ ചിക്കന് അങ്ങനെ തന്നെ വേണ്ടേ, ബീഫ് അങ്ങനെയെല്ലാം കൊടുക്കലല്ലേ നമ്മൾ. പിന്നെ വെജിറ്റേറിയനെല്ലാം വെജിറ്റബിൾസ് എല്ലാം കൊടുക്കും കേട്ടോ. അങ്ങനെ ഇന്ന് തന്നെ കൊടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ മീനെല്ലാം വാങ്ങിക്കലാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ വെറുതെ ഒന്ന് വീഡിയോസ് എല്ലാം എടുക്കലാണ് കേട്ടോ. ഇവിടെ വന്ന ടൈമിൽ ഞാൻ വിചാരിച്ചു ഏതായാലും വന്നതല്ലേ നമുക്കൊരു വ്ളോഗിൽ എന്തെങ്കിലും ഇടാനും പറ്റുമല്ലോ. അപ്പോൾ ഈ ഒരു ടൈമിലൊന്നും ആരും ഇല്ല കേട്ടോ. ഒരു 12 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിന്. അപ്പോൾ അവിടുന്ന് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം അവിടുന്ന് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൗണിലേക്ക് വരുമ്പം തന്നെ ചെറിയ എന്തെങ്കിലും സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ വാങ്ങിക്കലാണ് കേട്ടോ. പിന്നെ ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ നമ്മളെ പയ്യന്നൂർ തന്നെ പോയിട്ട് അങ്ങനെ എല്ലാം ഒരുമിച്ച് തന്നെ വാങ്ങിക്കലാണ്. പിന്നെ ഇപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൗണിലേക്ക് ഇറങ്ങുന്നതുകൊണ്ടുണ്ടല്ലോ അങ്ങനെ ഒരുമിച്ച് തന്നെ എല്ലാം വാങ്ങിക്കേണ്ട ആവശ്യം വരത്തില്ല. കാരണം ഞാൻ ഏകദേശം പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒഴിവായിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഞാൻ പിന്നെ അത് അന്നേരം വാങ്ങി അങ്ങനെ വരുത്താണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാ സാധനങ്ങളെല്ലാം ഒരുമിച്ച് വാങ്ങുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഞാനങ്ങനെ പുരക്കെത്തി. അപ്പോൾ പുരക്കെത്തുമ്പോഴത്തേക്കും ഇവിടെ ബിരിയാണി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ലഞ്ചിനൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ ബിരിയാണി നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ ഫുഡ് കഴിക്കുന്ന ടൈമിലായിരുന്നു വന്നിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രേക്ക് ഒന്നും ആക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആരെങ്കിലും പെട്ടെന്ന് നമ്മളെ പേർക്ക് വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാവില്ല, അപ്പോൾ പറയാതെ വന്നു കഴിഞ്ഞാൽ ചൊറയാന്ന്. അപ്പോൾ നമ്മൾ എന്തായാലും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങി വന്നതായിരുന്നു കേട്ടോ ഈ ഒരു ഫുഡ്. പിന്നെ അവർ ഫുഡ് കഴിക്കാനൊന്നും നിന്നിട്ടില്ല, അപ്പോൾ പിന്നെ നമ്മൾ തന്നെ അതങ്ങനെ കഴിക്കലാന്ന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക,